കായംകുളം ഐക്യ ജംഗ്ഷനിൽ നിർധന കുടുംബത്തിന് PK കുഞ്ഞിസാഹിബ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം നടത്തി. അഡ്വക്കേറ്റ് U പ്രതിഭ MLA താക്കോൽദാനം നിർവഹിച്ചു. കായംകുളം ഐക്യ ജംഗ്ഷനിൽ നിർധന കുടുംബത്തിന് PK കുഞ്ഞിസാഹിബ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു. അഡ്വക്കേറ്റ് U പ്രതിഭ MLA താക്കോൽദാനം നിർവഹിച്ചു. PK കുഞ്ഞിസാഹിബ് ഫൗണ്ടേഷൻ രൂപീകരിച്ച വളരെ ഒരു കളർഫുൾ ചടങ്ങായിരുന്നു അല്ലേ. നമ്മൾ മനോഹരമായൊരു ചടങ്ങിൽ ഒരു അനൗൺസ്മെൻറ്റ് അന്ന് തന്നെ കുറേയധികം ചികിത്സാ സഹായങ്ങളും വിദ്യാഭ്യാസ സഹായവും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ആ ഒരു ചുവടുവയ്പ്പ് നടന്നത്. കൂടാതെ നേരത്തെ ശ്രീ സുൽഫിക്കർ പറഞ്ഞതുപോലെ PA ഹാരിസ് അനുസ്മരണത്തിൻ്റെ ഭാഗമായി 3 വീട് അതിൻ്റെയും ഭാഗമാവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളുടെ നമ്മൾ കൃഷ്ണപുരത്തൊക്കെ വെച്ച് നടത്തിയ TV ഒക്കെ കൊടുത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങളൊക്കെ കൊടുത്ത പല അവസരങ്ങളിലും ആ ഫൗണ്ടേഷൻ്റെയും ഭാഗമാവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. PK കുഞ്ഞിസാഹിബ് ഫൗണ്ടേഷൻ തുടങ്ങുമ്പോൾ ഒട്ടനവധിയായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന മനുഷ്യരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു എയിം തന്നെയാണ് മുന്നോട്ട് വെച്ചിരുന്നത്. പ്രത്യേകിച്ച് അതിനകത്ത് ഏറ്റവും കൂടുതൽ ചികിത്സ സഹായം കൊടുക്കാൻ, ഒറ്റപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പഠനത്തിൽ സഹായം കൊടുക്കാൻ അങ്ങനെയുള്ള ഒരു പല തരത്തിലുള്ള പർപ്പസ് അതിൻ്റെ നല്ല ശുഭകരമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് തുടങ്ങി വെച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്കും അറിയില്ലായിരുന്നു ഷാഹുൽ ഹമീദിക്കൊക്കെയാണ് ഇത് കൊടുക്കുന്നതെന്ന്. കാരണം എന്തൊരു ജെനുവിനായിട്ടുള്ള ഒരു വാടക വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഒരു മരണത്തിന് ചെന്നപ്പോൾ അവിടെ നിന്ന് എന്നെ വിളിച്ചിട്ട് പോയി. കാരണം അന്ന് ഇവിടെ ഒരു പ്രശ്നം നടന്നു. ഒരുപാട് മാനസികമായും കുറേ പ്രയാസപ്പെടുന്നുണ്ട്. പിന്നെ വൈഫാണെങ്കിലും അതെ, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ പൂർണ്ണമായും കണ്ണിന് കാഴ്ചയില്ല, പൂർണ്ണമായിട്ടും കാഴ്ചയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇതുപോലൊരു വീട് അവരെ സംബന്ധിച്ച് വെച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സെലക്ഷൻ തീർച്ചയായിട്ടും വളരെ കൃത്യമായൊരു സെലക്ഷനാണ് ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അതിന് നമ്മളെല്ലാവരും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. 6 മാസങ്ങൾക്ക് മുമ്പ് മന്ത്രി സജി ചെറിയാൻ തറക്കല്ലിട്ട വീടിന്റെ താക്കോൽദാന ചടങ്ങാണ് നടന്നത്. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P ശശികല മുഖ്യാതിഥിയായി പങ്കെടുത്തു. PK കുഞ്ഞിസാഹിബ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഷെയ്ഖ് P ഹാരിസ് അധ്യക്ഷനായി. ഫൗണ്ടേഷൻ്റെ അംഗങ്ങളായിട്ടുള്ളവർ മാത്രമാണ് ഇതിന് പണം സമാഹരിക്കുന്നതിന് സഹായിച്ചിട്ടുള്ളത്. കേവലം ഇവിടെ സോദപ്രാസിംഗൻ സൂചിപ്പിച്ചതുപോലെ 9 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നിരവധി കാരുണ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വീട് നിർമ്മാണം ആരംഭിച്ചത്. ഇപ്പോൾ ചികിത്സാ സഹായ പദ്ധതി ഇതിനകം തന്നെ ചില വ്യക്തികൾക്ക് ഞങ്ങൾ നൽകി വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചില പ്രവർത്തനങ്ങളും ഫൗണ്ടേഷൻ്റെതായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വരുന്ന ജൂലൈയിൽ മുതൽ കുഞ്ഞിസാഹിബ് സ്മാരക അവാർഡ് കലാ സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ കായംകുളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് നാന്ദി കുറിച്ച ഒരു വ്യക്തിത്വം എന്ന നിലയിൽ കുഞ്ഞിസാഹിബിൻ്റെ സ്മരണ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫൗണ്ടേഷൻ രൂപീകരിച്ചതും ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അങ്ങനെ ഒട്ടനവധി ആളുകളുടെ സുമനസ്സുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ സംഘടന രൂപീകരിച്ചതും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഏതായാലും അതിനെ സഹായിച്ച എല്ലാ വ്യക്തികളെയും, ഇതിനോട് സഹകരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞാൻ ഈ അവസരത്തിൽ ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുകയാണ്. ഇവിടെ സോദപ്രാസിംഗൻ സൂചിപ്പിച്ചതുപോലെ ഈ വീടിൻ്റെ താക്കോൽദാനം ഒരു ചടങ്ങ് നടത്തുമ്പോൾ ലളിതമായി നടത്തണം. ഫൗണ്ടേഷൻ്റെ അംഗങ്ങൾ മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ലളിതമായ ചടങ്ങ് നടത്തണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വെച്ച് തന്നെ ഈ അങ്കണത്തിൽ വെച്ച് തന്നെ ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചത്. ജോയിന്റ് സെക്രട്ടറി P സുൽഫിക്കർ സ്വാഗതം പറഞ്ഞു. T സൈൻലാബ്ദീൻ, റഹീം വാഴപ്പള്ളി, പാലമറ്റത്ത് വിജയകുമാർ, AA സിറാജുദ്ദീൻ, AP ഷാജഹാൻ, MR സലിം ഷാ, കബീർ M തീപുര, S അനിൽകുമാർ, സാദത്ത് ഹമീദ്, പ്രൊഫസർ ചന്ദ്രശേഖരൻ പിള്ള, ഹക്കീം പ്രതാങ്കമോട്, O ഷംസുദ്ദീൻ, ഹരികുമാർ, PK മസൂദ്, ഹുസൈൻ കളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.